നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹോളിവുഡിലെ തന്നെ ഏറ്റവും വലിയൊരു നടന്റെ കരിയറിന്റെ തുടക്കമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഗ്ലാമറസ് തുടക്കമൊന്നും ആയിരുന്നില്ല അത് കേട്ടോ. പലർക്കും അറിയാത്ത, കേട്ടാൽ അതിശയം തോന്നുന്നൊരു കഥയാണിത്. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒരു ചിക്കൻ സ്യൂട്ടൊക്കെ ഇട്ട് നടന്നൊരാൾക്ക് എങ്ങനെയാണ് ഹോളിവുഡിലെ ഒരു ലെജൻഡായി മാറാൻ പറ്റുന്നത്? ഈ ഒരു ചോദ്യത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെയും ആഗ്രഹത്തിന്റെയും മുഴുവൻ കഥയും. അദ്ദേഹത്തിന്റെ യാത്രയുടെ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഹോളിവുഡിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന ജീവിതം മൊത്തത്തിൽ ഉപേക്ഷിക്കാനെടുത്ത ആ ഒരു വലിയ തീരുമാനം. ഇവിടെയാണ് ശരിക്കും ആ വലിയ റിസ്ക് വരുന്നത്. ഒന്നോർത്തു നോക്കൂ, ജേർണലിസത്തില് ഒരു ഡിഗ്രി എടുക്കാൻ വെറും 2 ക്രെഡിറ്റ് കൂടി മതിയായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ടും എന്താകും എന്നൊരു ഉറപ്പുമില്ലാത്തൊരു സ്വപ്നത്തിനു വേണ്ടി അതെല്ലാം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ തന്റെ പഴയ ഡാറ്റ്സൺ കാറും എടുത്ത് അദ്ദേഹം നേരെ ലോസ് ആഞ്ചലസിലേക്ക് വിട്ടു. മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: സിനിമാ ലോകത്തൊരു പേരുണ്ടാക്കണം. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളുടെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത്. ലോസ് ആഞ്ചലസിലെത്തിയപ്പോഴാണ് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നത്. ആ ഒരു വലിയ ബ്രേക്ക് കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. ഒന്നാലോചിച്ച് നോക്കിക്കേ, മനസ്സിൽ വലിയ ഹോളിവുഡ് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ കയ്യിലുള്ള ജോലി എന്താ? ചിലപ്പോൾ ഡ്രൈവറായിട്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫേമസ് ചിക്കൻ സൂട്ട്, എൽ പോളോ ലോക്കോ എന്നൊരു റെസ്റ്റോറൻറ്റിനു വേണ്ടി കോഴിയുടെ വേഷം കെട്ടിയ ആളുകളെ വിളിക്കലായിരുന്നു പണി. അങ്ങനത്തെ ഒരു തുടക്കമായിരുന്നു അത്. പക്ഷേ ആ കഷ്ടപ്പാടൊന്നും വെറുതെ ആയില്ല. പതിയെ പതിയെ അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. അഭിനയ ലോകത്തേക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പലരും വിചാരിക്കുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് വന്നൊരു വിജയം ഒന്നുമായിരുന്നില്ല അത്. 1987 ഹങ്ക്, നോ വേ ഔട്ട് പോലുള്ള സിനിമകളിൽ പേരില്ലാത്ത റോളുകൾ, അവിടുന്നാണ് തുടക്കം. അതേ വർഷം തന്നെ ഡാലസ് പോലുള്ള TV ഷോകളിലും ചെറിയ റോളുകൾ കിട്ടി. 1989 21 ജംപ് സ്ട്രീറ്റ് എന്ന ഷോയിലൊരു ഗസ്റ്റ് റോളിൽ എത്തുമ്പോൾ ആ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം പടിപടിയായി മുകളിലേക്ക് വരികയായിരുന്നു. അങ്ങനെ വർഷങ്ങളുടെ കഷ്ടപ്പാടിന് ശേഷം ഒരൊറ്റ റോള് അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റിമറിച്ചു. അതുവരെ ഒരു സാധാരണ നടനായിരുന്ന ആള് ലോകം മുഴുവൻ അറിയുന്നൊരു സ്റ്റാറായി മാറി. ആ ഒരു മൊമെന്റ് അത് സംഭവിച്ചത് 1991 അദ്ദേഹത്തിന്റെ കരിയറിലെ എല്ലാം മാറ്റിമറിച്ച ആ ഒരു വർഷം. ആ സിനിമ തെൽമ ആൻഡ് ലൂയിസ്. അതിലെ JD എന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു റോളായിരുന്നു. പക്ഷേ ആ ഷർട്ടില്ലാത്ത നല്ല ചാമിംഗ് ആയ കൗബോയുടെ റോള്, അദ്ദേഹത്തിന്റെ കരിയറിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് ഭയങ്കര വലുതായിരുന്നു. ആ ഒറ്റ റോളുകൊണ്ട് അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് ഒരു ഹോളിവുഡ് ഹാർട്ട്രോബായി മാറി. അതായത് ആളുകളുടെ എല്ലാം മനം കവർന്ന ഒരു താരം. ആ ഒരു സ്റ്റാറ്റസ് വന്നതോടെ അദ്ദേഹത്തിനൊരു പുതിയ ഇമേജ് തന്നെ കിട്ടി. അപ്പോൾ ഈ കിട്ടിയ പുതിയ ഫെയിം വെറുതെ കളയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുവെച്ച് എങ്ങനെയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു ലോങ് ടേം കരിയർ അദ്ദേഹം പടുത്തുയർത്തിയത്? നമുക്ക് നോക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു. 1991 തെൽമ ആൻഡ് ലൂയിസിലൂടെ സ്റ്റാർഡം കിട്ടി. അതുകഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1992 എ റിവർ റൺസ് ത്രൂ ഇറ്റ് എന്ന സിനിമയിലൂടെ ആദ്യത്തെ ലീഡ് റോളും കിട്ടി. അതോടുകൂടി തീർന്നില്ല. 1994 ലെജൻഡ്സ് ഓഫ് ദ ഫോൾ കൂടി വന്നതോടെ അദ്ദേഹം ഒരു മുൻനിര നായകനാണെന്ന് ഉറപ്പിച്ചു. അപ്പോ ഇവിടെയാണ് ആ മാറ്റം വരുന്നത്. തുടക്കത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ആ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ്, അതായത് ആ അയൽപ്പക്കത്തെ പയ്യൻ ലുക്ക്, അത് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ മാത്രം ആശ്രയിച്ചുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു ലേബലിൽ ഒതുങ്ങിയില്ല. പകരം നല്ല വെല്ലുവിളിയുള്ള കോംപ്ലക്സ് ആയ റോളുകൾ തിരഞ്ഞെടുത്ത് വളരെ സ്ട്രോങ് ആയൊരു കരിയറിന് അടിത്തറയിട്ടു. അപ്പോൾ ബ്രാഡ് പിറ്റിന്റെ ഈ ഒരു യാത്ര കണ്ടപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? എന്താണ് ഒരു സ്റ്റാറിനെ ശരിക്കും ഒരു സ്റ്റാറാക്കുന്നത്? വെറും ലുക്ക് കൊണ്ടാണോ, അതോ ഭാഗ്യം കൊണ്ടാണോ, അതോ ആ ചിക്കൻ സ്യൂട്ടിനുള്ളിൽ നിന്നും തുടങ്ങിയ ആ കഠിനാധ്വാനം, ആ ഒരു ഹസ്സിലാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു.